എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതാ നമ്മുടെ ബയോളജിയുടെ എക്സാം ആണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് കാണുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. Identify the nucleic acids labeled as A and B. A, B എന്നീ ന്യൂക്ലിക് ആസിഡുകളെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഈ തന്നിരിക്കുന്നത്? A എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് രണ്ട് സ്ട്രാൻഡുകൾ കാണാം. B എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? DNA അഥവാ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും. B എന്ന് പറയുന്നത് RNA അഥവാ റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ നിങ്ങളോട് DNAയുടെയും RNAയുടെയും ഡിഫറൻസ് ചോദിക്കും. DNA ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ RNA ഉണ്ടായിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് DNA എന്ന് പറയുമ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് ആണ്, രണ്ട് ഇഴകൾ കാണാം. നേരെ മറിച്ച് RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ് എന്നുള്ളത് എഴുതാൻ പറ്റും. യെസ്. പിന്നെ DNAയിലുള്ള ഷുഗർ അഥവാ പഞ്ചസാര തന്മാത്ര എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആണ്. ഡിയോക്സി റൈബോസ് ആണ്. RNAയിലാണെങ്കിൽ റൈബോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് DNAയിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്നാൽ RNAയിലേക്ക് വരുമ്പോൾ തൈമിന് പകരം യുറാസിൽ ആയിരിക്കും, ഗ്വാനിനും സൈറ്റോസിനും. റെഡി? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ആർ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്? ഹൗ ആർ ഹിസ്റ്റോൺ ഒക്ടാമേഴ്സ് ഫോംഡ്? എന്താണ് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ? ഹിസ്റ്റോൺ ഒക്ടാമറുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ ക്രോമസോമുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ, ന്യൂക്ലിയോസോം ഫോം ചെയ്യാൻ വേണ്ട പ്രോട്ടീനുകളാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഹിസ്റ്റോൺ പ്രോട്ടീൻസും അതുപോലെ തന്നെ DNA-യും ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഈ പറയുന്ന ക്രോമസോമുകൾ എന്ന് പറയുന്നത് രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഹിസ്റ്റോൺ ഒക്ടാമർ എങ്ങനെയാണ് രൂപപ്പെടുക? 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ അല്ലേ? 8 ഒക്ടാമർ എന്ന് പറയുമ്പോൾ 8 എണ്ണം. 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുന്നത്. ഇങ്ങനെ 4 എണ്ണം, ഇതിന്റെ അടിയിൽ വേറെ 4 എണ്ണം കൂടി ഉണ്ടാവും. അങ്ങനെ 8 എണ്ണം ചേർന്നിട്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുക. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും നമ്മുടെ DNA ഇങ്ങനെ വൈൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ന്യൂക്ലിയോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. റെഡി ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെയിം ദ 2 ടൈപ്സ് ഓഫ് ക്രോമസോംസ് ഇൻ ഈച്ച് സെൽ ന്യൂക്ലിയസ് ഓഫ് ഹ്യൂമൻസ്. മനുഷ്യരിലെ 2 തരം ക്രോമസോമുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 തരം ക്രോമസോമുകൾ എന്തൊക്കെയാണ്? ഒന്ന് സൊമാറ്റിക് ക്രോമസോം അഥവാ സ്വരൂപ ക്രോമസോമുകൾ, സ്വരൂപ ക്രോമസോമുകളും അതുപോലെ തന്നെ സെക്സ് ക്രോമസോംസ് അഥവാ ലിംഗനിർണയ ക്രോമസോമുകളും. ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറയുന്ന 2 തരത്തിലുള്ള ക്രോമസോമുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിൽ സൊമാറ്റിക് ക്രോമസോമുകൾ നമ്മൾ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 44 അല്ലെ, 22 പെയർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളായിരിക്കും. ഒരു പെയർ, അതായത് 2 സെക്സ് ക്രോമസോമും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ 2 എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ മെയിലിലും ഫീമെയിലും, അതും നിങ്ങളടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും. മെയിലും എടുത്തു, അതേപോലെ തന്നെ നമ്മൾ ഫീമെയിൽ അഥവാ സ്ത്രീയെ നമ്മൾ എടുക്കുന്ന സമയത്ത് മെയിലിൽ 44 സൊമാറ്റിക് ക്രോമസോം അഥവാ സ്വരൂപ ക്രോമസോമും ഒരു എക്സും വൈയും ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്ത്രീകളിലാണെങ്കിൽ 44 സ്വരൂപ ക്രോമസോമും എക്സും ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതും കൂടി ഓർക്കുക. റെഡി? അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, എന്തുകൊണ്ടാണ് അച്ഛനാണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ ഫാദർ ഹു ഡിറ്റർമിൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ് എന്ന് ചോദിച്ചാൽ പറയണം ഫാദറിലാണ് വൈ ക്രോമസോം ഉണ്ടായിരിക്കുക. വൈ ക്രോമസോം എന്ന് പറയുന്നത് ഫാദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഫാദറിൽ നിന്ന് വരുന്ന ഗമീറ്റിൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? വൈ ക്രോമസോം ഉണ്ടാവുള്ളൂ. മദറിൽ രണ്ടും എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. റെഡി? അടുത്ത പിക്ചർ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രം വിശകലനം ചെയ്യുക. വാട്ട് ഈസ് ദ പ്രോസസ് ഇല്ലസ്ട്രേറ്റഡ് ഹിയർ? Describe the steps of the process. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന പ്രക്രിയ എന്താണ്? പ്രക്രിയയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ആലോചിക്കുക, ഇത് എന്താണ്? ഇത് ക്രോസിംഗ് ഓവർ ആണല്ലേ? ക്രോസിംഗ് ഓവർ, ക്രോമസോമുകളുടെ മുറിഞ്ഞുമാറൽ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആദ്യം എന്താണ്? അമ്മയിലും അച്ഛനിൽ നിന്നുമുള്ള 2 സെറ്റ് ഓഫ്, അതായത് ഒരേപോലെയുള്ള ക്രോമസോമുകൾ, അതാണ് ഹോമോലോഗസ് ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഹോമോലോഗസ് ക്രോമസോമുകൾ ഇങ്ങനെ അടുത്തടുത്ത് വന്ന് നിന്ന് പെയർ ചെയ്യുന്നു. ഹോമോലോഗസ് ക്രോമസോമുകൾ പെയർ ചെയ്യുന്നു. പെയർ ചെയ്ത ശേഷം ഈ പെയർഡ് ആയിട്ടുള്ള ക്രോമസോമുകൾ തമ്മിൽ എന്ത് ചെയ്യും? അവരുടെ ഒരു ഭാഗം ഇങ്ങനെ ഈ ഒരു കോണ്ടാക്റ്റിൽ വരും. ഇപ്പതാ ഇവിടെ മിസ് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് വിചാരിക്കുക. ഇതാണ് ഹോമോലോഗസ് ക്രോമസോം. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത് വന്ന ശേഷം ഇവരിങ്ങനെ തൊട്ടടുത്തേക്കായിട്ട് ഇങ്ങനെ അവരുടെ ഒരു ഭാഗം ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരും. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ ഖയാസ്മ എന്ന് പറയുന്നത്. ഖയാസ്മ. അപ്പോൾ ഖയാസ്മ വരുന്ന ഭാഗത്ത് ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഈ പറയുന്ന ക്രോമസോമിന്റെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. ക്രോമാറ്റിഡുകൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. ക്രോമാറ്റിഡുകൾ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം എന്തുണ്ടാവും? ഈ പറയുന്ന പോലെ തന്നെ ഒരു പുതിയൊരു മുറിഞ്ഞു മാറിയ ഭാഗത്ത്
വേറെ തന്നെയായിട്ട് വരുന്നു. അവിടെ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഭാഗം, ക്രൊമാറ്റിഡിന്റെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എക്സ്ചേഞ്ച് ചെയ്തു. എപ്പോഴും ചെറിയ ഭാഗമാവണം നിർബന്ധമില്ല. ചിലപ്പോൾ ഈ ഭാഗത്തും എക്സ്ചേഞ്ച് നടക്കാം, ചിലപ്പോൾ ഈ ഭാഗത്ത് എക്സ്ചേഞ്ച് നടക്കാം, ചിലപ്പോൾ ഇത് മൊത്തത്തിൽ എക്സ്ചേഞ്ച് നടക്കാം. അപ്പോൾ എപ്പോഴും എന്ത് സംഭവിക്കും? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ ജനറ്റിക് കോമ്പിനേഷൻസ്, പുതിയ അലീൽ കോമ്പിനേഷൻസ് ഇവിടെ വരുന്നു. അലീലുകളുടെ പുതിയ കോമ്പിനേഷൻസ് ഇവിടെ വരുന്നു. അതിന്റെ ഭാഗമായിട്ട് പുതിയ ക്യാരക്ടർ അഥവാ പുതിയ സ്വഭാവം ഓഫ് സ്പ്രിംഗിലേക്ക് വരുന്നു. യെസ്, അപ്പോൾ ക്രോസിംഗ് ഓവറിൽ ഹോമോലോഗസ് ക്രോമസോമുകൾ വന്ന് ജോഡി ചേരുന്നു. ജോഡി ചേർന്ന ശേഷം അവർ എന്ത് ചെയ്യുന്നു? അവരുടെ ക്രോമസോമുകളുടെ ക്രൊമാറ്റിഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഖയാസ്മ എന്ന് പറയുന്നത്. അതിനുശേഷം അവരുടെ ഈ പറയുന്ന ക്രൊമാറ്റിഡിന്റെ ഭാഗങ്ങൾ മുറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും. അങ്ങനെ എക്സ്ചേഞ്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ജനറ്റിക് കോമ്പിനേഷൻ അഥവാ അലീൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ പുതിയ സ്വഭാവം വരുന്നു എന്നുള്ളതാണ് ഓർക്കേണ്ടത്. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദി ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ്. ചിത്രം വിശകലനം ചെയ്യുക. ഓവർ പ്രൊഡക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓവർ പ്രൊഡക്ഷൻ, അതേപോലെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. എന്താണ് ഓവർ പ്രൊഡക്ഷൻ അഥവാ അമിതോൽപാദനം, നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം. യെസ്, അപ്പൊ ഇത് ഏതാണ് ഈ തന്നിരിക്കുന്ന ഈ ഒരു തിയറി എന്ന് പറയുന്നത്? ഇത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. നിങ്ങൾ എന്തായാലും ഇത് എക്സാമിന് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓർഗാനിസംസ് ഒരു എന്താ പറയുക അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ കൃത്യമായിട്ട് നിലനിൽക്കുന്നത് എന്നതിനെ പറ്റി പറയുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഹൂ പ്രപ്പോസ് ദിസ് തിയറി? ആരാണ് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എന്നാണ് ചോദ്യം. യെസ്, അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്തായാലും എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന കോണ്ടന്റ് വീഡിയോസും ഷോർട്സും ഒക്കെ പെട്ടെന്ന് അപ്ഡേറ്റ് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓൾസോ ഇനി ബാക്കി ഇതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും മാരത്തോണിലേക്കും വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാരത്തോണിൽ വെച്ച് കാണാം. ബൈ.